ദുബായിലെ എല്ലാ കെട്ടിടങ്ങളിലും 3 മാസത്തിനകം നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാൻ ദുബായ് പോലീസ് അന്ത്യശാസനം നൽകി. കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാനുള്ള നടപടികളുടെ ഭാഗമാണിത്. നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടും 25,000 കെട്ടിടങ്ങളിൽ ഇനിയും ക്യാമറ സ്ഥാപിച്ചിട്ടില്ലെന്ന് ദുബായ് പോലീസ് കണ്ടെത്തി. ക്യാമറയില്ലാത്ത കെട്ടിടങ്ങളിൽ നടക്കുന്ന ചെറു കുറ്റകൃത്യങ്ങൾ, മോഷണങ്ങൾ തുടങ്ങിയവയ്ക്ക് തുമ്പില്ലാതെ പോവുകയാണ്. ഈ സാഹചര്യത്തിലാണ് നിയമം ഭേദഗതി ചെയ്ത് എല്ലാ കെട്ടിടങ്ങളിലും ക്യാമറ സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. കെട്ടിട ഉടമകളുടെയും റിയൽ എസ്റ്റേറ്റ് കമ്പനികളുടെയും യോഗം വിളിച്ച് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിരുന്നു. താമസ കേന്ദ്രങ്ങൾ, ഓഫീസുകൾ, വില്ലകൾ എന്നിവിടങ്ങളിലെല്ലാം ക്യാമറ സ്ഥാപിക്കൽ നിർബന്ധമാണ്. ഓഗസ്റ്റ് 26 മുതൽ 3 മാസത്തെ സമയമാണ് അവസാനമായി അനുവദിച്ചിരിക്കുന്നത്. തുടർന്ന് നടത്തുന്ന പരിശോധനയിൽ ക്യാമറ സ്ഥാപിച്ചിട്ടില്ലെന്ന് കണ്ടെത്തിയാൽ നടപടിയുണ്ടാകും. പോലീസിന്റെ മാനദണ്ഡപ്രകാരം പ്രവർത്തിക്കുന്ന കമ്പനികളിൽ നിന്ന് മാത്രമേ ക്യാമറകൾ വാങ്ങാൻ അനുമതിയുള്ളൂ. കെട്ടിടത്തിന്റെയും പരിസരത്തിന്റെയും വ്യക്തമായ ചിത്രം ലഭിക്കുന്ന ഡിജിറ്റൽ ക്യാമറകളാണ് സ്ഥാപിക്കേണ്ടത്. മാനദണ്ഡപ്രകാരമല്ലാത്ത ക്യാമറകൾ സ്ഥാപിക്കുന്ന കമ്പനികൾക്ക് 3000 ദിർഹം ഫൈൻ അടക്കേണ്ടി വരും. കെട്ടിടങ്ങളുടെ പ്രവേശകവാടം, എമർജൻസി എക്സിറ്റുകൾ, ലോബി, എലിവേറ്ററുകൾ എന്നിവിടങ്ങളെല്ലാം ക്യാമറയുടെ പരിധിയിൽ ഉൾപ്പെടണം. മീഡിയ 1, ദുബായ്. പൂവിളി 2014 എന്ന പേരിൽ ബഹ്റൈനിൽ കേരളീയ സമാജം സംഘടിപ്പിക്കുന്ന ഓണാഘോഷത്തിന്റെ ഭാഗമായി ആതിരക്കൂട്ടം എന്ന പേരിൽ മെഗാ തിരുവാതിര അരങ്ങേറി. ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാൻ ഇന്നസെന്റ് എം പി, മുൻ മന്ത്രി രാജഗോപാൽ എന്നിവർ അതിഥികളായെത്തിയിരുന്നു. 150ഓളം വനിതകൾ ചേർന്നൊരുക്കിയ മെഗാ തിരുവാതിരയായിരുന്നു ബഹ്റൈൻ കേരളീയ സമാജത്തിന്റെ ഓണാഘോഷ പരിപാടികളിൽ ശ്രദ്ധേയമായത്. തിരുവാതിര കാണാൻ 100 കണക്കിന് കുടുംബങ്ങൾ സമാജം ഹാളിൽ നേരത്തെ തന്നെ എത്തിച്ചേർന്നിരുന്നു. സമാജം വനിതാ വിഭാഗത്തിന്റെ പ്രവർത്തകരാണ് ദിവസങ്ങൾ നീണ്ട പരിശീലനങ്ങൾക്കും തയ്യാറെടുപ്പുകൾക്കും ശേഷം ആതിരക്കൂട്ടം എന്ന പേരിൽ തിരുവാതിര അവതരിപ്പിച്ചത്. മുൻമന്ത്രി ഒ രാജഗോപാലായിരുന്നു 2ാം ദിവസത്തെ ആഘോഷ പരിപാടികളിൽ മുഖ്യാതിഥിയായി എത്തിച്ചേർന്നത്. പ്രവാസികളുടെ ഓണാഘോഷത്തിലെ വൈപുല്യവും വൈവിധ്യവും രാജഗോപാലിനെ വിസ്മയിപ്പിച്ചു. എല്ലാ വിഭാഗം ജനങ്ങൾക്കുമിടയിൽ സമഭാവനയും സൗഹാർദ്ദവും ശക്തിപ്പെടുത്തേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് അദ്ദേഹം മീഡിയ 1 പറഞ്ഞു. ഈ അവസരത്തിൽ ഇവിടെ വരാനും മലയാളി സുഹൃത്തുക്കളെ എല്ലാവരെയും കാണാനും സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. വാസ്തവത്തിൽ ഓണം ഈ കേരളീയരുടെ ജാതി, മത, ഭാഷ, സ്ഥിതി, സമത്വം അതിനെല്ലാം അതീതമായി എല്ലാവരെയും തുല്യരായി കണ്ട് പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും നടത്തുന്ന ഒരു ആഘോഷ പരിപാടിയാണ്. ഇത് നമ്മുടെ സമൂഹത്തിൽ ഈ ഭാവന ശക്തിപ്പെടുത്തേണ്ടത് എല്ലാ സമയത്തും ആവശ്യമാണ്, പ്രത്യേകിച്ചും ഈ കാലഘട്ടങ്ങളിൽ. നടനും പാർലമെന്റ് അംഗവുമായ ഇന്നസെന്റ് എം പി ആയിരുന്നു ആഘോഷ പരിപാടികളിലെ മറ്റൊരു മുഖ്യാതിഥി. സെപ്റ്റംബർ 12-ന് 4000ഓളം പേർക്കൊരുക്കുന്ന സദ്യയോടെയാണ് 10 ദിവസത്തെ ഓണാഘോഷ പരിപാടികൾ സമാപിക്കുക. മീഡിയ 1, ബഹ്റൈൻ. വാരാന്ത്യ അവധി ദിനങ്ങൾ പ്രയോജനപ്പെടുത്തി UAEയിലും പ്രവാസികളുടെ ഓണാഘോഷ പരിപാടികൾ ഊർജിതമായി. പ്രവാസി കൂട്ടായ്മകൾക്കൊപ്പം സ്ഥാപനങ്ങളും ഓണാഘോഷ പരിപാടികളുമായി രംഗത്തുണ്ട്. പൂക്കളം തീർത്തും സദ്യ ഒരുക്കിയുമാണ് UAEയിലെ വിവിധ പ്രവാസി കൂട്ടായ്മകൾ ഓണത്തെ വരവേൽക്കുന്നത്. ദുബായിൽ ഇത്തവണ ആഘോഷ പരിപാടികൾ കുറവാണ്. സംഘടനകൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണമാണ് പരിപാടികൾ കുറയാൻ കാരണം. അതേസമയം വൻകിട സ്ഥാപനങ്ങൾ പലതും തങ്ങളുടേതായ നിലക്ക് ഓണാഘോഷം കൊണ്ടാടാനുള്ള ഒരുക്കത്തിലാണ്. മലയാളി കൂട്ടായ്മയുടെ ഓണാഘോഷ പരിപാടികളിൽ മറ്റു രാജ്യക്കാരും താൽപര്യപൂർവ്വം പങ്കെടുക്കാറുണ്ട്. ഷാർജ കേന്ദ്രമായുള്ള ടെലിഫോണിക് സ്ഥാപനത്തിന്റെ ഓണാഘോഷം കഴിഞ്ഞ ദിവസം നടന്നു. ജീവനക്കാരും കുടുംബാംഗങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചു. പല രാജ്യക്കാർ നമ്മുടെ ടെലിഫോണിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആൾമോസ്റ്റ് 450ഓളം സ്റ്റാഫുകൾ, അതിലൊരുപാട് മലയാളികളുണ്ട്. അപ്പോൾ മലയാളികളായാലും ഏത് നാട്ടുകാരായാലും അവരുടെ പ്രധാന ദിവസങ്ങൾ, ആഘോഷങ്ങൾ, അവരുടെ സാംസ്കാരികമായ പരിപാടികൾ, ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുക, അത് ഒരു കുടുംബം പോലെ ആഘോഷിക്കുക ടെലിഫോണിയുടെ കൾച്ചറിൻ്റെ ഒരു ഭാഗമാണ്. മുഹമ്മദ് ഷാഫി അബ്ദുള്ള, മുഹമ്മദ് ഷഫീഖ്, ഡോക്ടർ നജീബ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മീഡിയ 1, ഷാർജ. വനിതാവേദി കുവൈത്തിന്റെ തിരുവാതിരക്കളി മത്സരം സംഘടിപ്പിക്കുന്നു. നവംബർ 7 വെള്ളിയാഴ്ച ഹൈത്താൻ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂളിൽ നടക്കുന്ന സർഗാഞ്ജലിയുടെ ഭാഗമായാണ് മത്സരങ്ങൾ നടക്കുക. മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ടീമുകൾ ഒക്ടോബർ 15-ന് മുമ്പായി തങ്ങളുടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു.
കുവൈത്ത് മലയാളി കാത്തലിക് അസോസിയേഷൻ ഓണാഘോഷം സംഘടിപ്പിക്കുന്നു. സെപ്റ്റംബർ 11 വൈകിട്ട് 6 മുതൽ ഖൈത്താൻ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. വഞ്ചിപ്പാട്ട്, തിരുവാതിര, പുലിക്കളി, കുമ്മാട്ടുകളി, തുമ്പിത്തുള്ളൽ, കൊയ്ത്തുപാട്ട്, നാടോടി നൃത്തം തുടങ്ങിയ വൈവിധ്യമാർന്ന പരിപാടികൾ അരങ്ങേറും. ഇതോടെ ന്യൂസ് ആൻഡ് റിലീസ് പൂർണ്ണമാകുന്നു. ശുഭരാത്രി.